ഭരണപക്ഷത്തുള്ള MLA-മാർ പോലും ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ചെയ്തതെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്. തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശൂരിൽ മുന്നേറാൻ സാധിക്കില്ല. സെലിബ്രിറ്റി എന്ന നിലയിൽ മാത്രമാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ വിജയിച്ചത്. ജനങ്ങളുടെ വിശ്വാസം പൂർത്തീകരിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം കൈവരിക്കുമെന്നും സനീഷ് കുമാർ അമൃത ന്യൂസിനോട് പറഞ്ഞു. തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഒരുക്കത്തിലാണ് തൃശ്ശൂർ. ഇന്നിപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ചാലക്കുടി MLA സനീഷ് കുമാറാണ്. അദ്ദേഹത്തിനും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായും ഒരു സാധ്യതാ പട്ടികയ്ക്ക് കോൺഗ്രസ് പുറത്തുവിട്ടൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ചോദിക്കേണ്ടത്, ഈ ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിലും ചാലക്കുടിയിൽ ഉണ്ടാകുമോ സ്ഥാനാർത്ഥിയായി? കഴിഞ്ഞ 5 വർഷക്കാലം നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ ഉടനീളം നിരവധി വികസന പ്രവർത്തനങ്ങൾ ഒരു പ്രതിപക്ഷ MLA ആയിരുന്നിട്ടും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 3 റീച്ചുകളിലാണ് മലയോര ഹൈവേ നടക്കുന്നത്. പക്ഷെ അതിൽ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞ ചാലക്കുടി റീച്ചിൽ മാത്രമാണ്, വെള്ളിക്കുളങ്ങര വെറ്റിലപ്പാറ റോഡ്. അപ്പോൾ ഭരണപക്ഷത്തുള്ള MLA-മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ ചാലക്കുടി മണ്ഡലത്തിൽ പ്രതിപക്ഷ MLA ആയിരുന്നിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചാലക്കുടി മണ്ഡലത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലകൾ, ആദിവാസി ഉന്നതികൾ, അവിടെയൊക്കെ സമ്പൂർണ്ണമായി കുടിവെള്ളം എത്തിക്കാൻ, വൈദ്യുതി എത്തിക്കാൻ, അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കാൻ, അതുപോലെ അവർക്ക് വീടും സ്ഥലവും 107ഓളം വീടുകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആദിവാസി മേഖലയിൽ മാത്രം നമുക്ക് അനുവദിക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ചാലക്കുടിയിൽ നിർമ്മാണം മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾ പുനരാരംഭിക്കാനും പൂർത്തീകരിക്കാനും ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു ജനസമ്മതി അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ഇത്രയും കാലം MLA ആയി തുടരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അവിടെ ഒരു സ്ഥാനാർത്ഥിയായി വേണമെന്ന് പൊതുവെ ജനങ്ങൾക്കും പാർട്ടിക്കും അത്തരത്തിലുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർട്ടി പറയുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കുമെന്നല്ലേ? പാർട്ടിയാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത്. പാർട്ടി ഇതുവരെയും അതിനെക്കുറിച്ച് സൂചനകളൊന്നും തന്നിട്ടില്ല. പാർട്ടി നിശ്ചയിക്കാനും നിശ്ചയമായിട്ട് മത്സരിക്കും. ഈ പൊതുവേ ഈ മണ്ഡലങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ CPM ആരോപിക്കുന്നത് ഈ ചാലക്കുടി മണ്ഡലങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒല്ലൂരൊക്കെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ഒരു പാഴ്വാക്കായി മാറുകയാണ്. പ്രത്യേകിച്ച് മന്ത്രി K. രാജൻ ഒല്ലൂരിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പറയുന്ന ചില വികസന പ്രവർത്തനങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ MLA-യുടെ അഭിപ്രായം എന്താണ്? ശരിക്കും അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു മറ്റേ CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് വെറും പാഴ്വാക്കാണോ? ഞാൻ എൻ്റെ മണ്ഡലത്തെക്കുറിച്ചാണ് എനിക്കറിയാവുന്നത്. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒല്ലൂർ പോലൊരു മണ്ഡലത്തിൽ കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മലയോര ഹൈവേ ആരംഭിക്കുന്നത് പട്ടിക്കാട് നിന്നാണ്. മലയോര ഹൈവേ ആരംഭിക്കുന്നത് അത് തൃശ്ശൂർ ജില്ലയിലൂടെ കടന്നു പോകുന്നത് ഒല്ലൂരിലൂടെയും പുതുക്കാടിലൂടെയും ചാലക്കുടിയിലൂടെയാണ്. അതിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത് ചാലക്കുടിയിൽ മാത്രമാണ്. അതുപോലെ തന്നെ സുവോളജിക്കൽ പാർക്ക്, ഞാനവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിൽ ആണ് അന്നത്തെ മുഖ്യമന്ത്രി വളരെ ഇച്ഛാശക്തിയോടുകൂടി സുവോളജിക്കൽ പാർക്ക് നിർമ്മാണം പ്രവർത്തനത്തിനുള്ള അനുമതി കൊടുത്തത്. അന്ന് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ആർക്കിടെക്റ്റാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നിശ്ചയിച്ചത്. പക്ഷേ അതൊന്നും ആ ഒരു തലത്തിലേക്ക്, ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും അതിനുശേഷം ഇപ്പോൾ ഒരു 12ഓളം വർഷം പൂർത്തിയാവുകയാണ്. പക്ഷെ അതിപ്പോഴും ഒരു തുടക്ക സ്റ്റേജിലാണ് ഇപ്പോഴും സുവോളജിക്കൽ പാർക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിമർശിക്കാനില്ല, പക്ഷേ വേണ്ട രീതിയിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വളർച്ച ഉണ്ടായോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഞാൻ ജനറൽ കൗൺസിൽ മെമ്പറാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ശമ്പളം പോലും കൊടുക്കാൻ, അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. നമുക്ക് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന സാധനം. പക്ഷെ അതിനൊക്കെ ഒരു രാഷ്ട്രീയ അതിപ്രസരം അവിടെ ഇപ്പോൾ പിൻവാതിലൂടെ നിരവധി നിയമനങ്ങൾ നടക്കുന്നു എന്നല്ലാതെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ഉണ്ടായോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്.
മറ്റൊന്ന്, ഈ BJPയുടെ സ്ഥാനാർത്ഥിത്വമായി വലിയ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു. സുരേഷ് ഗോപി വോട്ട് ഗുരുവായൂരിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP തൃശ്ശൂരിനെ സംബന്ധിച്ച് അവർക്ക് വളരെ നിർണായകമായിരുന്നു. BJPയുടെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ BJPക്ക് ഒരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ പത്മജയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ അവരെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് തോന്നുന്നത്? BJPക്ക് ഒരു മുന്നേറ്റത്തിന് ഒരു സാധ്യതയും തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. സുരേഷ് ഗോപി ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ അത് ആ ജനങ്ങൾക്കുണ്ടായിരുന്നൊരു വിശ്വാസം അത് പൂർത്തീകരിക്കാനായിട്ട് തൃശ്ശൂർ ജില്ലയിൽ എന്തെങ്കിലും ഈ കാലഘട്ടം കൊണ്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് കരുതാനായിട്ട് സാധിക്കില്ല. കാരണം വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഒരു സെലിബ്രിറ്റി എന്ന ജനങ്ങളിൽ നിന്ന് വോട്ട് മേടിച്ചു. പക്ഷേ അത് തൃശ്ശൂർ ജില്ലയിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു മാറ്റം കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. എൻ്റെ മണ്ഡലം ഏറ്റവും ടൂറിസവുമായി പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് അതിരപ്പള്ളിയും വാഴച്ചാലും ഒക്കെ. ഈ ജില്ലയിൽ അതിനുള്ള വലിയ സാധ്യതകളുണ്ടായിട്ടും ഒരു പദ്ധതി പോലും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പോൾ എയിംസ് തൃശ്ശൂർ ചാലക്കുടിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ 100 ഏക്കർ ഭൂമി അവിടെ ഉണ്ട്. സെൻട്രൽ കേരളയാണ്. ഒരു സെൻറ്റ് ഭൂമി പോലും ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമില്ല. 200 എയിംസിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ സാഹചര്യവും നാഷണൽ ഹൈവേയോട് ചേർന്നാണ് സ്ഥലം കിടക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ വളരെ 500 മീറ്റർ അടുത്താണ്. എയർപോർട്ട് അടുത്താണ്. വെള്ള സൗകര്യം, ചാലക്കുടി പുഴ സമൃദ്ധമായ വെള്ളത്തിന് സൗകര്യം ഒക്കെ ഉണ്ട്. ഏറ്റവും നല്ലൊരു കാസർഗോഡ് നിന്നാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും ഒരു എയിംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും നല്ല സെൻട്രൽ കേരളയിൽ കിടക്കുന്ന ഒരു തുണ്ട് ഭൂമി പോലും അക്വയർ ചെയ്യേണ്ടാത്ത ഭൂമി ഉണ്ടായിട്ട് പോലും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനോ ഒന്നും അദ്ദേഹം വലിയ പ്രസംഗങ്ങൾ നടത്തുന്നതല്ലാതെ അതൊന്നും. എയിംസ് വരുമെന്നാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. എന്നാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും സൗകര്യങ്ങൾ, അതായത് എല്ലാ സൗകര്യങ്ങളും, ഭൂമി പോലും ഏറ്റെടുക്കേണ്ടാത്ത തരത്തിലുള്ള ഗവൺമെൻറ് കയ്യിലുള്ള ഭൂമി ഇത്രയും ഉണ്ടായിട്ട് പോലും അതിനെന്തെങ്കിലും ഒരു ചെറുവിലൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് കരുതാനായിട്ട് സാധിക്കില്ല. പിന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നിലംപരിശാവുന്നതാണ് കാണാനായിട്ട് സാധിച്ചത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ അവർക്ക് ലഭിച്ച സീറ്റുകൾ പോലും നേടാനായിട്ട് അവർക്ക് സാധിച്ചില്ല. UDF വൻ തിരിച്ചുവരവാണ് കോർപ്പറേഷനിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നേടാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് കരുതാനായിട്ട് സാധിക്കില്ല. ഈ കോർപ്പറേഷൻ പിടിച്ചെടുത്തത് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചനയാണോ? ശരിക്കും വലിയൊരു വിജയത്തിൻ്റെ മുന്നോടിയായുള്ള ഒരു ചെറിയ വിജയമായിരുന്നു അത്? തീർച്ചയായിട്ടും ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ളൊരു വലിയ വികാരം ജനങ്ങൾക്കുണ്ട്. അതാണ് കേരളത്തിലുടനീളം ഒരു കാലഘട്ടത്തിലും സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടതുപക്ഷമാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തനിയാവർത്തനം ഇപ്രാവശ്യവും നമുക്ക് തദ്ദേശ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തായാലും UDF തീർച്ചയായിട്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. വലിയ ശുഭപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും അതാണ് വലിയ ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതായത് വലിയ ഒരു മുന്നേറ്റം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. പാർട്ടി പറഞ്ഞാൽ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരത്തിനിറങ്ങുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ക്യാമറമാൻ ചന്ദ്രദോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.